Welcome to BSc Complementary Physics Semester 4, Chapter number 3, Quantum Mechanics. 13th lecture, Wave Function. In quantum mechanics, there is wave function. We studied this. This is the second lecture in quantum mechanics and the 13th lecture in complementary physics. What is wave function? ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് ആരംഭിക്കുന്നതിന് വേവ് ഫംഗ്ഷനിലാണ്. വേവ് അറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഒരു കല്ലിട്ടാൽ വേവ് ഉണ്ടാകും, ഒരു ചരട് ഓസിലേറ്റർ വേവ് ഉണ്ടാകും. ഈ ക്വാണ്ടം മെക്കാനിക്സിൽ വേവ് പറയുന്നത് ഒരു മെറ്റീരിയൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേവ്സ് പുറത്തേക്ക് പോകും. അതിനെ മാറ്റർ വേവ് എന്ന് പറയും. മാറ്റർ വേവ് പഠിച്ചിട്ടുള്ളതാണ്. അതായത് ലാംഡ h/mv എന്ന് പറയുന്ന വേവ് എന്നുള്ള മാറ്റർ വേവ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന വേവിന്, ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചറുണ്ട്. അവ എമിറ്റ് ചെയ്യുന്ന വേവിനെ വിളിക്കുന്നവരെ മാറ്റർ വേവ്. ഈ മാറ്റർ വേവ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേക ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. അതിന് വേവ് ഫംഗ്ഷൻ എന്ന് പറയും. വേവ് ഫംഗ്ഷൻ മാറ്റർ വേവിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മളൊരു വേവ് ഉപയോഗിക്കും. അതൊരു കോംപ്ലക്സ് വേവ് ആണ്. കാരണം അതിനകത്ത് സ്മോൾ ഐ എന്ന് പറയുന്ന ഒരു ടേമുണ്ട്. അതുകൊണ്ടാണ് കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് വേവ് ഫംഗ്ഷൻ? ദാറ്റ് ഈസ് എ ഫസ്റ്റ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ടുഡേ. വേവ് ഫംഗ്ഷൻ ഓർ ഇക്വേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. മാറ്റർ വേവ് ഇസ് എ കോംപ്ലക്സ് വേവ്. അപ്പോൾ മാറ്റർ വേവിനെ പറ്റി നമുക്ക് സിലബസിൽ പ്രത്യേകം പറയാനുണ്ടെങ്കിൽ ഓർത്തിരിക്കണം. മാറ്റർ വേവ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ പോലുള്ള പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്ന വേവ് എന്ന് കരുതിയാൽ മതി. മാറ്റർ വേവ് ഇസ് എ കോംപ്ലക്സ് വേവ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ കോംപ്ലക്സ് വേവ് ഫംഗ്ഷൻ സൈ. ആ സൈ എന്നുള്ള ഒരു ലെറ്റർ കൊണ്ടാണ് വേവ് ഫംഗ്ഷൻ സൂചിപ്പിക്കുക. സൈ അറിയാമല്ലോ, ഒരു ഈ ശൂലം പോലെ എഴുതുന്ന ലെറ്ററാണ് കേട്ടോ. ആ കാണുന്നതാണ് സൈ. എഴുതി പഠിക്കണം നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി വേവ് ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ സൈ ഇസ് ഈക്വൽ ടു a e -iωt - x/v. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അതൊന്ന് കെയർഫുള്ളായിട്ട് ഇറങ്ങും കേട്ടോ. സൈ ഇസ് ഈക്വൽ ടു a e ബാക്കിയെല്ലാം ഈ സ്മോൾ ഇയുടെ പവറാണ്. -iωt × t - x/v. അത്രയും പവറാണ്. i is √(-1). a വിളിക്കുന്നവരെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്. a നമ്മൾ ആംപ്ലിറ്റ്യൂഡ് വേവ് എന്ന് പറയും. i √(-1). ഇമാജിനറി നമ്പർ ഒമേഗ is 2πν. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത്. t ടൈം എക്സ് പാത്ത് v വെലോസിറ്റി ഓഫ് വേവ് വെലോസിറ്റി. അപ്പോൾ ആ ഇക്വേഷനകത്തുള്ള ടേമുകളുടെ അർത്ഥമാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? a is ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ്, i is √(-1), ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ദാറ്റ് ഈസ് 2πf or 2πν, t is time, x is path, v velocity of wave. Simply wave velocity. അതാണ് വേവ് ഫംഗ്ഷൻ. ആ ടൈറ്റിൽ വീഡിയോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റേഷൻ വേണ്ട. നിങ്ങൾ വേവ് ഫംഗ്ഷൻ ആദ്യം ഒന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും വേവ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യേണ്ട. ഇവിടെ ഈ സ്ലൈഡിൽ ഇങ്ങനെ പേര് കൊടുക്കുന്നതേ ഉള്ളൂ. ആ സ്ലൈഡിൻ്റെ ടൈറ്റിൽ റിപ്പീറ്റ് ചെയ്യേണ്ട. അത് തീരുന്നവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ബാക്കിയുള്ള എഴുതിയാൽ മതി. ഒരു പ്രാവശ്യം വേവ് ഫംഗ്ഷൻ ചെയ്തിട്ട് അത് തീരുന്നവരെ ഒറ്റ ടൈറ്റിൽ മതി. ദി അബോവ് വേവ് ഇക്വേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് എനർജി ആൻഡ് മൊമെൻറ്റം പി. അപ്പോൾ നേരത്തെ നമ്മൾ ഒമേഗയിലേക്കല്ലേ പറഞ്ഞത്? ഒമേഗയിലാണ് പറഞ്ഞത്. ഒമേഗയിലും ലാംഡയിലും ഒമേഗയിലും എങ്ങനെയാണ് പറഞ്ഞത്? നമ്മൾ നേരത്തെയുള്ള ഇക്വേഷൻ പറഞ്ഞത് ഒമേഗയിലും ബിയിലാണ് പറഞ്ഞത്. വിയിൽ x/v. ഇനി നമ്മൾ പറയുന്ന ഒരു മെത്തേഡാണ് ഇയിലും പിയിലും, എനർജിയിലും മൊമെൻറ്റത്തിലും പറയും. E and P. The above wave equation can be represented in terms of energy E and momentum P as psi is equal to a e -i/h കട്ട്. h ക്രോസ് എഴുതും. h എഴുതി വട്ടം വെട്ടണം കേട്ടോ, കുരിശുപോലാക്കണം എച്ചിനെ. -i/h കട്ട് et - px. ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒമേഗയിലും ബിയിലും ഉള്ള ഇക്വേഷന് പകരമായിട്ടുള്ളതാണ് ആ psi is equal to a e -i/h കട്ട് et - px. ഈ എനർജി, പി മൊമെൻറ്റം, ടി ടൈം ആൻഡ് എക്സ് ഇസ് പാത്ത്. രണ്ട് ഇക്വേഷനും ഒരേ കാര്യമാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. രണ്ടാമത്തെ ഇക്വേഷനാണ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. രണ്ടും ഒന്ന് തന്നെ.
അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കാൻ പറ്റും നമുക്ക്. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വീണ്ടും ആ ടൈറ്റിൽ വേവ് ഫംഗ്ഷൻ മാത്രമുണ്ട്, അത് വീണ്ടും ടൈറ്റിൽ എഴുതണ്ട, പ്രൂഫ് മാത്രം എഴുതിയാൽ മതി. പ്രൂഫ് വി ഹാവ് വേവ് ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു, അപ്പോൾ രണ്ട് വേവ് ഫംഗ്ഷനും ഒന്ന് തന്നെയാണ്. ദ ടു വേവ് ഫംഗ്ഷൻസ് ആർ സെയിം. ദാറ്റ് വി ക്യാൻ പ്രൂവ് ഇൻ ദ ഫോളോയിങ് മാനർ. Psi is equal to a e raised to minus I omega into t minus s by v. That is, psi is equal to a e raised to minus I into omega. You know, angular frequency is 2 pi nu, where nu is frequency. T minus s by v. And psi is equal to a e raised to minus I 2 pi ഉണ്ടല്ലോ, അവിടെ 2 pi ഉണ്ട്, 2 pi nu ഉണ്ട് മുകളിലെ, I into 2 pi nu. നമ്മൾ I into 2 pi by ഒരു എച്ച് കൂടി പുറത്തേക്ക് എടുക്കണം. എച്ച് കട്ടല്ല, എച്ച് കൂടി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അകത്ത് വി ടി എന്ന് വരും, എച്ച്. ആ എച്ച് പുറത്തേക്ക് വന്നാൽ എച്ച് വെച്ച് വെട്ടി പോയിട്ട് നമുക്ക് മുകളിലത്തെ കിട്ടും. അപ്പോൾ അടുത്ത ടൈം എച്ച് ന്യൂ എക്സ് ബൈ വി എന്ന് വരും. അവിടെ എക്സ് ഉണ്ട്, നമ്മൾ ആ ന്യൂ കൂടി അകത്തേക്ക് കൊടുക്കും. അപ്പോൾ എച്ച് ന്യൂ എക്സ് താഴെ വി ഉണ്ട്, അങ്ങനെ എഴുതും. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് എച്ച് ആണ്, എച്ച് കട്ട് വന്നിട്ടില്ല, ഇനിയാണ് എച്ച് കട്ട് വരുന്നത്. എച്ച് ന്യൂ ഈസ് ഇ, എച്ച് ന്യൂ ഈസ് ഇ ആണ്, ഈസ് എച്ച് ന്യൂ, പ്ലാങ്ക്സ് ഇക്വേഷൻ, പ്ലാങ്ക്സ് ഹൈപ്പോതെസിസ്. ആൻഡ് വി എസ് ന്യൂ ലാംഡ, ആ രണ്ട് വാല്യൂടെ കൊടുക്കുക. സൈ ഈസ് ഈക്വൽ ടു എ ഇറേസ് ടു മൈനസ് ഐ ബൈ ഐ ഇൻറ്റു 2 pi ബൈ എച്ച് ഇ ടി മൈനസ് എച്ച് ന്യൂ എക്സ് ബൈ ന്യൂ ലാംഡ. ന്യൂ ലാംഡ കേട്ടോ, വി ലാംഡ അല്ലേ, ന്യൂ ലാംഡ. ദാറ്റ് ഈസ് ഐ ഇസ് എ ഇറേസ് ടു മൈനസ്, മൈനസ് ഉണ്ട് കേട്ടോ, ആ ബാറ് നീണ്ടെടുക്കാൻ മൈനസിലാണ്, മൈനസ് ഐ ബൈ എച്ച് കട്ട് ഇ ടി മൈനസ് പി എക്സ്. എങ്ങനെയാണ് എച്ച് കട്ട് വന്ന് നോക്കാം കേട്ടോ. ഇവിടെ നോക്കി, നമുക്കിവിടെ ഈ മുകളിലത്തെ സൈഡിൽ അവിടെ 2 pi ബൈ എച്ച് ആണ്, എച്ച് ബൈ 2 pi വിളിക്കുന്ന പോലെ എച്ച് കട്ട്, എച്ച് ബൈ 2 pi വിളിക്കുന്ന പോലെ എച്ച് കട്ട്. അപ്പോൾ 2 pi അങ്ങോട്ട് താഴെ കൊണ്ടുവരണം, താഴെ കൊണ്ടുവന്നിട്ട് എച്ച് ബൈ എച്ചിന് താഴെ എഴുതാമല്ലോ, 2 pi എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോഴാണ് ഈ 2 pi മുകളിൽ പോണത്. അപ്പോൾ ആ മുകളിലുള്ള 2 pi താഴെ കൊണ്ടുവന്ന് എച്ച് ബൈ 2 pi എന്ന് എഴുതാം. എച്ച് ബൈ 2 pi നമ്മൾ എച്ച് കട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ 2 pi കാണിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇവിടെ 2 pi കാണിച്ചല്ലോ. നോക്കി, എച്ച് ബൈ പി ലാംഡയാണ് കേട്ടോ, ഡി ബ്രോയി വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ മൈനസ് ഐ ബൈ എച്ച് കട്ടെന്ന് മാത്രം എഴുതും, അത് എച്ച് ബൈ 2 pi ആണ്, ഇ ടി മൈനസ് പി എക്സ്. അതാണ് ഇക്വേഷൻ. എച്ച് ബൈ പീസ് ലാംഡ എന്ന് വെച്ചാൽ ഡി ബ്രോയി വേവ് ലെങ്ത്, ഡി ബ്രോഗ്ലി കേട്ടിട്ടല്ലേ, ആ ഡി ബ്രോയി വേവ് ലെങ്താണ്. ഡി ബ്രോയി എന്നാണ് വായിക്കേണ്ടത്, ഡി ബ്രോഗ്ലി എന്ന് എഴുതിയിട്ട് നമ്മൾ വായിക്കുന്നത് ഡിബ്രോയി എന്നാണ്. അപ്പോൾ എച്ച് ബൈ ലാംഡ ഇസ് പി ഇസ് ദി ലാംഡ ഇസ് ദി ഡി ബ്രോയി വേവ് ലെങ്ത്. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എച്ച് ബൈ ലാംഡ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇ ഈക്വൽ ടു സൈ ഈക്വൽ എ ഇറേസ് ടു മൈനസ് ഐ ബൈ എച്ച് ഡി ടി മൈനസ് പി എക്സ് ഇക്വേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക ഇങ്ങനെയായിരിക്കും, വാട്ട് ഈസ് എ വേവ് ഫംഗ്ഷൻ, ഗീവ് ഇറ്റ്സ് എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് 1 ഒമേഗ ഇൻറ്റു വി, 2 ഇ ഇൻറ്റു വി. ആദ്യം ഒമേഗയിലും വിയിലും പറയണം, പിന്നെ ഇയിലും പിയിലും പറയണം. അപ്പോൾ അത് മാർക്ക് നോക്കി പറഞ്ഞാൽ മതി. പ്രൂഫാണെങ്കിൽ നമ്മൾ ആ ഫസ്റ്റ് ചെയ്തിട്ട് സെക്കൻഡിലേക്ക് വരണം. അപ്പോൾ ഇത്രയാണ് വേവ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഇനി അടുത്ത ഹെഡിങ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ്. അപ്പോൾ ഇത് സാധാരണ വരുന്നത് പിന്നെ ഒപ്റ്റിക്സിലാണ്. നമ്മൾ ഒപ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ളൂ, ഇൻ്റർഫറൻസിൽ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പഠിക്കും. അത് ക്വാണ്ടം മെക്കാനിക്സിലുണ്ട്. വേവ് എവിടേക്ക് വരും അവിടെയൊക്കെ ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ വേവ്സ് ഉണ്ട്. സോ പ്രിൻസിപ്പിൾ സൂപ്പർപൊസിഷൻ, ഐ ഷാൽ റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ഇൻ്റർഫറൻസിൽ പഠിച്ചത് തന്നെ. ഇഫ് 2 or more waves travel, if 2 or more waves, matters ആണ് ഇവിടെ, travel over a continuous medium, each wave produces its own displacement at a point in the medium. The resultant displacement is given by the vector sum of the displacements due to the individual waves.
രണ്ടോ അതിൽ കൂടുതലോ വേവുകൾ ഒരു മീഡിയത്തിലൂടെ പോയാൽ ഒരു പോയിന്റിലുള്ള ആകെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ എല്ലാ വേവുകളുടെയും പ്രത്യേകം ഓരോ വേവിൻ്റെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കൂട്ടിയെടുത്താൽ മതി. രണ്ടോ കൂടുതലോ വേവ്സ് ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു പോയിന്റിലുള്ള റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ആ ഓരോ വേവിൻ്റെയും ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെന്റ് ആൾജിബ്രായിക് ആയിട്ട് കൂട്ടിയാൽ മതി, വെക്ടോറിയൽ ആയിട്ട് കൂട്ടിയാൽ മതി. അതാണ് പ്രിൻസിപ്പിൾ. ഇഫ് 2 or more waves travel over a continuous medium, each wave produces its own displacement at a point in the medium. The resultant displacement is given by the vector sum of the displacements due to the individual waves. അത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ആ ടൈറ്റിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട. ടൈറ്റിൽ ഒന്ന് എഴുതി, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഓഫ് വേവ്സ്, അത് റിപ്പീറ്റ് ചെയ്യേണ്ട. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഈ ψ1, ψ2 etc. are the displacements of the waves, of the individual waves. The resultant displacement is ψ is equal to ψ1 plus ψ2 plus etc. അപ്പോൾ അനേകം വേവ് ഉണ്ട്. ψ1, ψ2 നമ്മുടെ ഒപ്റ്റിക്സിനകത്ത് ഇന്റർഫറൻസിൽ y1, y2, y3 ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് y is equal to y1 plus y2 plus y3 plus etc. എന്ന് എഴുതും. ഇവിടെ വേവിനെ നമ്മൾ ψ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. therefore ψ is ψ1 plus ψ2 plus ψ3 plus etc. എന്ന് എഴുതിയാൽ മതി. The concept of superposition of states, അല്ലെങ്കിൽ വേവ്സ്, സ്റ്റേറ്റ് എന്ന് പറയട്ടോ. കാരണം ഈ വേവ് ഫംഗ്ഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. വേവ് ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ സ്റ്റേറ്റ്, ഒരു പാർട്ടിക്കിളിൻ്റെ അവസ്ഥ കാണിക്കുന്ന, ആ പാർട്ടിക്കിളിൻ്റെ എനർജി മൊമെൻ്റ് ഒക്കെ കാണിക്കുന്ന ഒരു ഫംഗ്ഷനാണത്. ദ കൺസെപ്റ്റ് ഓഫ് സൂപ്പർപോസിഷൻ സ്റ്റേറ്റ്സ് വുഡ് അലൗ us in the construction of wave packets. വേവ് പാക്കറ്റ് നിർമ്മിക്കാനായിട്ട് ഈ കൺസെപ്റ്റ് നമ്മളെ സഹായിക്കും. ക്വസ്റ്റ്യൻ: explain the principle of superposition in quantum mechanics. ഇനി നമ്മൾ ഒരു വേവ് പാക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുകയാണ്. വേവ് പാക്കറ്റ്, അപ്പോൾ ടൈറ്റിൽ വേവ് പാക്കറ്റ് കേട്ടോ. അടുത്ത ടൈറ്റിൽ വേവ് പാക്കറ്റ്. അപ്പോൾ ഇനി ഈ ടൈറ്റിൽ അടുത്ത സ്ലൈഡ് വരും. ഒരു പ്രാവശ്യം ചെയ്യാൻ വേവ് പാക്കറ്റ് എന്ന്. അർത്ഥം വേവ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കൂട്, ആണ് പാക്കറ്റ് എന്ന് പറയുന്നത്. ഒരു സഞ്ചി അല്ലെങ്കിൽ ഒരു പൊതി എന്ന് പറയും. വേവ് പാക്കറ്റ് തരംഗങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയാം. വേവ് പാക്കറ്റ്, പാക്കറ്റ് ഓഫ് വേവ്സ്. വേവുകളെ നമുക്ക് ഒരു കൂട്ടമായിട്ടൊരു സ്ഥലത്ത് കരുതാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് വേവ് പാക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേവ് പാക്കറ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് വേവ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി. രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ് വേവ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ ഈ പടം നോക്കുക, ഇതൊരു വേവ് പാക്കറ്റിൻ്റെ പടമാണ്. അകത്ത് ഫുൾ ലൈനിൽ കാണിക്കുന്ന, കണ്ടിന്യൂസ് ലൈനിൽ കാണിക്കുന്ന കുറേ വേവ്സ് ആയി, ഇൻഡിവിജ്വൽ വേവ്സ് ഉണ്ട്. നമുക്ക് ഒരെണ്ണേ കാണുന്നുണ്ടെങ്കിലും അത് ഒരു കളക്ഷൻ ഓഫ് വേവ്സ് ആയിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പോയിന്റാണ് പി എന്ന് പറയുന്നത്. അവയെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ പുറമേ ഒരു ഡോട്ടഡ് ലൈനിൻ്റെ ഒരു കവർ വരച്ചിട്ടുണ്ട്, എൻവിലപ്പ് വരച്ചിട്ടുണ്ട്. എൻവിലപ്പ്, ഒരു കവർ. ആ കവറിനെ, ആ ഡോട്ടഡ് ലൈനാണ് കവർ കാണിച്ചിരിക്കുന്നത്. ആ കവറിനെ വിളിക്കുന്ന പേര് വേവ് പാക്കറ്റ്. അനേകം വേവുകളെ ഉൾപ്പെടുത്തി നമ്മൾ ഒരു എൻവിലപ്പ് വിചാരിച്ചാൽ, ഒരു കവർ വിചാരിച്ചാൽ, ആ കവറിനെ, പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് വേവ് പാക്കറ്റ്. വേവ് പാക്കറ്റിലെ ഒരു പോയിന്റാണ് അവിടെ ജി എന്ന് മാർക്ക് ചെയ്തിരിക്കുക, സ്മോൾ ജി. ഇൻഡിവിജ്വൽ വേവിലെ ഒരു പോയിന്റാണ് പി എന്ന് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏത് പുസ്തകം നോക്കിയാൽ ഇത്തരൊരു പടം കാണാം. ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കോളൂ, ഈ ഒരു പടം കാണാം. അത് വേവ് പാക്കറ്റിൻ്റെ ഒരു ഡയഗ്രമാണ്. അപ്പോൾ എന്താണ് വേവ് പാക്കറ്റ് എന്ന് നമുക്ക് നോക്കാം. A wave packet is a group of waves. ഒരു കൂട്ടം വേവ്സിനെ വിളിക്കുന്ന പോലെ വേവ് പാക്കറ്റ്. അക്കോർഡിംഗ് ടു ഡി ബ്രോയി കൺസെപ്റ്റ്, നിങ്ങൾ നോക്കിയാൽ ഡി ബ്രോയിൽ ഇരിക്കുന്ന നോക്കിയാൽ DBROGLIE. ആദ്യം ഡി സ്മോൾ ലെറ്റർ കേട്ടോ, പിന്നെ ഇടയ്ക്ക് ബി ആണ് ക്യാപിറ്റൽ. ഡി ബ്രോഗ്ലി, ഇത് വായിക്കുന്നത് ഡിബ്രോയ്. ബുക്കിനകത്ത് പറയുന്നുണ്ട് റീഡാസ് ഡിബ്രോയ്, DEBROY എന്ന് വായിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എഴുതുന്നത് ഡി ബ്രോഗ്ലി എന്നാണ്. അങ്ങനെ വായിച്ചാൽ ചിലപ്പോൾ സ്പെല്ലിംഗ് ഓർക്കൂടായിരിക്കും. എന്നാലും രണ്ടും ഓർക്കുക, സ്പെല്ലിംഗ് തെറ്റുന്നത് വായിക്കുന്നത് ഡിബ്രോയ് എന്നാണ്.
According to de Broglie concept, each particle of matter, for example, electron, proton, may be regarded as consisting of a group of waves or wave packet. ഇലക്ട്രോണിനെ അല്ലെങ്കിൽ പ്രോട്ടോണിനെ അതെല്ലാം വേവ്സ് പുറത്തേക്ക് വിടുന്ന പാർട്ടികളാണ്. അപ്പം അവയെ നമുക്ക് ഒരു വേവ് പാക്കറ്റായിട്ട് ചിന്തിക്കാം, വിചാരിക്കാം. അപ്പോൾ വേവ് പാക്കറ്റിൽ 1-2 വെലോസിറ്റി വരുന്നുണ്ട്. ആദ്യ വെലോസിറ്റി നമ്മൾ പാർട്ടിക്കിൾ വെലോസിറ്റി എന്ന് പറയും, വി എന്നാണ് ഇക്വേഷൻ. അതിവിടെ ഹെഡിങ്ങിലില്ല. നമ്മുടെ ഹെഡിങ്ങിനകത്ത് ഗ്രൂപ്പ് വെലോസിറ്റി വേവ് വെലോസിറ്റിയാണ്. അത് കൂടാതെ ഇവിടെ ഒരു പുതിയ വെലോസിറ്റി പറയാം, പാർട്ടിക്കിൾ വെലോസിറ്റി. ദ വെലോസിറ്റി വിത്ത് വിച്ച് പാർട്ടിക്കിൾ ഇൻ ദ വേവ് വൈബ്രേറ്റ്സ് ഈസ് കോൾഡ് പാർട്ടിക്കിൾ വെലോസിറ്റി വേവ്. അപ്പോൾ നമ്മൾ കുറേ വേവാണല്ലോ പാക്കറ്റാണ് വിചാരിക്കുന്നത്. ആ ഒരു അകത്തുള്ള വേവിൽ ഒരു പാർട്ടിക്കിൾ പി ചലിക്കുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ വെലോസിറ്റി. ദ വെലോസിറ്റി വിത്ത് വിച്ച് പാർട്ടിക്കിൾ ഇൻ എ വേവ് വൈബ്രേറ്റ്സ് ഈസ് കോൾഡ് പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ അടുത്തത് പിന്നെ വരുന്നത് വേവ് വെലോസിറ്റിയാണ്. അത് നമ്മുടെ ഹെഡിങ്ങിനകത്തുള്ള വേവ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റിയിലെ വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫേസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഫേസ്, PHC, ഫേസ് വെലോസിറ്റി. അത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ലെറ്റർ എന്താണ്? VP. പാർട്ടിക്കിൾ വെലോസിറ്റി V, ഫേസ് വെലോസിറ്റി അല്ലെങ്കിൽ വേവ് വെലോസിറ്റി VP എന്നാണ് കൊടുക്കുന്നത്. സിമ്പിൾ മാറിപ്പോരുത്. ദ വെലോസിറ്റി വിത്ത് വിച്ച് ഈച്ച് കമ്പോണന്റ് വേവ് പ്രൊപ്പഗേറ്റ്സ് ഈസ് കോൾഡ് വേവ് വെലോസിറ്റി. ഓരോ കമ്പോണന്റ് വേവും പോകുന്ന വെലോസിറ്റിയാണ് വേവ് വെലോസിറ്റി. ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് വേവ് വെലോസിറ്റി ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് വെൻ എ വേവ് പാക്കറ്റ് ഈസ് ഫോംഡ്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പറയുന്നത്. അതായത് ഒരു വേവ് മുന്നോട്ട് പോകുന്ന വെലോസിറ്റി, വേവ് വെലോസിറ്റി VP എന്ന് പറയും. അതിനെ വിളിക്കുന്ന പേര് ഫേസ് വെലോസിറ്റി. ഇനി വേവുകൾ കൂടിച്ചേർന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സ്, വേവ് പാക്കറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വേവ് വെലോസിറ്റിക്ക് പ്രത്യേക മീനിങ് ഇല്ല, പ്രത്യേക അർത്ഥമില്ല, പ്രത്യേക സാങ്കത്യമില്ല എന്നാണ് പറയുന്നത്. വേവുകൾ കൂടിച്ചേർന്ന് വേവ് പാക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ വേവ് വെലോസിറ്റിയുടെ പ്രാധാന്യം നഷ്ടമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഈ VPയും വിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് VP. റിലേഷൻ ബിറ്റ്വീൻ V ആൻഡ് VP. V എന്താണ്? പാർട്ടിക്കിൾ വെലോസിറ്റി. ഒരു വേവിലെ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന വെലോസിറ്റി. സംഗതി ഇത്രയല്ലേ. ഇപ്പോൾ നമ്മളൊരു കയറ് കെട്ടിയിട്ട് ഒരറ്റത്ത് വെച്ച് ഇങ്ങനെ കുടയുകയാണ്. അപ്പോൾ തരംഗം മുന്നോട്ട് പോകും. തരംഗം മുന്നോട്ട് പോകുന്ന വെലോസിറ്റിയാണ് വേവ് വെലോസിറ്റി, VP എന്ന് പറയുന്നത്. അപ്പോൾ ആ കയറിലെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഒരു കണിക എടുക്കുകയാണെങ്കിൽ ആ കണിക അപ്പ് ആൻഡ് ഡൗൺ ചലിക്കും. ആ കണിക ചലിക്കുന്നതിന് വിളിക്കുന്നവരെ പാർട്ടിക്കിൾ വെലോസിറ്റി. ഇതിനർത്ഥം ഒരു കയറ് ലൂസായിട്ട് നമ്മളൊരു കയറ്, ഒരു പ്ലാസ്റ്റിക് കയറ് ദൂരം കെട്ടിയിട്ട് നമ്മൾ ഇങ്ങേറ്റത്ത് പിടിച്ച് ആട്ടുക. അപ്പോൾ തരംഗം മുന്നോട്ട് പോകുമല്ലോ. ആ തരംഗം മുന്നോട്ട് പോകുന്ന വെലോസിറ്റിയാണ് വേവ് വെലോസിറ്റി, VP. ഇനി കയറിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കണം, നമ്മൾ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കണം, ഒരു ബിന്ദു എടുക്കണം. ആ ബിന്ദു അപ്പ് ആൻഡ് ഡൗൺ ചലിക്കുമല്ലോ. ആ വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ വെലോസിറ്റി V എന്ന് പറയുന്നത്. ഇപ്പം അനേകം വേവ് കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ VPക്ക് പ്രാധാന്യമില്ല എന്ന് പറയാൻ പോവുക. But to show that VP is equal to C²/V. ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യത്തിലാണ്, മാറ്റർ വേവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്. മാറ്റർ വേവിൻ്റെ വരുമ്പോൾ അവിടെ വെലോസിറ്റി ഓഫ് ലൈറ്റാണ് വരുന്നത്. അപ്പോൾ V is the particle velocity and VP is the wave velocity or phase velocity. To show that VP is C²/V തെളിയിക്കാനാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു പ്ലാങ്ക്സ് ഇക്വേഷൻ, പ്ലാങ്ക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എനർജി ഓഫ് എ ഫോട്ടോൺ ഇസ് ഗിവൺ ബൈ h/nu. പ്ലാങ്ക്സ് ഹൈപ്പോത്തിസിസ്, that is nu is E/h. Since E is mc², Einstein's equation അറിയാമല്ലോ, E is mc², we can write nu. ആ മുകളിലത്തെ ന്യൂ അങ്ങോട്ട് എഴുതണം, അവിടെ ഈയുടെ സ്ഥാനത്ത് കൊടുക്കണം. mc²/h, ഇക്വേഷൻ നമ്പർ 1. ആ ഹെഡിങ് റിപ്പീറ്റ് ചെയ്തിരിക്കുക. ഹെഡിങ് വാർത്തണ്ട, ബാക്കിയുള്ള വാർത്തയാൽ മതി. ഫേസ് വെലോസിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് VP is nu lambda. വെലോസിറ്റി മുതൽ ന്യൂ ലാംഡ എന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ VP is equal to ന്യൂവിൻ്റെ വാല്യൂ കൊടുത്താൽ മുകളിലത്തെ ഇക്വേഷൻ കൊടുക്കുക. പുട്ടിങ് ഇൻ 1 ഫ്രം 1. VP is mc²/h lambda. Since lambda is h/p, ലാംഡ h/p ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ലാംഡ h/p എന്ന് കൊടുക്കാമല്ലോ മുകളിൽ. അപ്പോൾ VP is equal to mc²
by h into h by p. H will cancel. Vp is mc square by p. Since p is equal to mv into mv, we can write Vp is mc square by mv. m and m will cancel. അപ്പോൾ m വെട്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? നമുക്ക് കിട്ടും Vp c സ്ക്വയർ ബൈ v. ആ ഒരു ഇക്വേഷൻ കിട്ടും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇക്വേഷനെ ഇതാ റിലേഷൻ Vp c സ്ക്വയർ ബൈ ഇതാ റിലേഷൻ, അതിന് പ്രൂഫാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഈ പ്രൂഫ് പറഞ്ഞതിൽ ഒരിടത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷനാണ് Vp c സ്ക്വയർ ബൈ v. പക്ഷേ ഈ ഇക്വേഷൻ ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഇക്വേഷനാണ്. നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ് പഠിക്കുന്നത്. നമ്മൾ എഴുതി വന്ന ഇക്വേഷനെല്ലാം കറക്റ്റാണ്, ഇത് മാത്രം തെറ്റാണ് കേട്ടോ. Vp c സ്ക്വയർ ബൈ v തെറ്റാന്ന് പറഞ്ഞാൽ പ്രത്യേക സെൻസിലാണ്. അതായത് ഇത് പോസിബിൾ ഇക്വേഷൻ അല്ല. പോസിബിളായിട്ടുള്ള ഇക്വേഷനിൽ നിന്ന് പ്ലാങ്ക് ഇക്വേഷൻ, ഐൻസ്റ്റൈൻസ് ഇക്വേഷൻ ഒക്കെ കമ്പൈൻ ചെയ്തിട്ടാണ്, ഡി ബ്രോയ്സ് ഇക്വേഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് Vp c സ്ക്വയർ ബി എന്ന് വന്നത്. ഇത് ശരിയല്ല. ഈ ഇക്വേഷനിൽ പിശകുണ്ട്. എന്താണ് പിശക്? ഇവിടെ നോക്കിയേ, Vp is equal to, ആ മോളിൽ കാണുന്നതിന് നമുക്ക് c സ്ക്വയറിന് c ഇൻറ്റു സി എന്ന് എഴുതാമല്ലോ. ഇപ്പോൾ c ബൈ വി ഇൻറ്റു സി. ബട്ട് c ബൈ വി ഗ്രേറ്റർ ദാൻ 1. അതാണ് c ന്റെ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. എല്ലാ വെലോസിറ്റികളും സിയേക്കാൾ ചെറുതാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ c ബൈ വി എന്നുള്ളത് ഗ്രേറ്റർ ദാൻ സംഖ്യയാണ്, ആ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള സംഖ്യയാണ്, ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ആ ഗ്രേറ്റർ ദാൻ 1 മുകളിൽ കൊടുത്താൽ Vp ഗ്രേറ്റർ ദാൻ c എന്ന് കിട്ടും. ആ c ബൈ വിക്ക് പകരം ഒന്നിൽ കൂടുതലുള്ള സംഖ്യ കൊടുത്താൽ നമുക്ക് കിട്ടും Vp ഗ്രേറ്റർ ദാൻ c. വെലോസിറ്റി, വേവ് വെലോസിറ്റി ഗ്രേറ്റർ ദാൻ c. അതൊരു കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻ്റ് ആകട്ടെ. അതായത് നമ്മൾ പഠിക്കുന്നത് ദർ ഇസ് നോ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ c എന്നാണ് പഠിക്കുന്നത്. ദർ ഇസ് നോ വെലോസിറ്റി, ദർ ഇസ് നോ അതർ വെലോസിറ്റി ഗ്രേറ്റർ ദാൻ c എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയതാണ് Vp ഗ്രേറ്റർ ദാൻ c. ദാറ്റ് ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ ഇത് ഇമ്പോസിബിൾ ആകുമ്പോൾ കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക് കാണുന്ന Vp c സ്ക്വയർ ബൈ v എന്നുള്ള ഇക്വേഷൻ ശരിയല്ല എന്നാണ് പറയുന്നത്. സോ ഹിയർ വി ഒബ്ടൈൻഡ് Vp ഗ്രേറ്റർ ദാൻ c. ദിസ് ഈസ് ഇമ്പോസിബിൾ ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി. ഇതൊരു വലിയൊരു പ്രയാസമായിരുന്നു, ഇത് കണ്ടുപിടിച്ചെടുക്കുക വലിയൊരു പ്രയാസമായിട്ട് മാറിയത്. ടു ഓവർകം ദിസ് ഡിഫിക്കൽട്ടി ദ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് വെലോസിറ്റി W വാസ് ഇൻട്രൊഡ്യൂസ്. W എന്ന് വായിച്ചാൽ മതി. W വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇത് വലിയൊരു പ്രയാസമായിരുന്നു. ഈ പ്രയാസം തരണം ചെയ്യാൻ ഗ്രൂപ്പ് വെലോസിറ്റി എന്നുള്ള ആശയം, കൺസെപ്റ്റ് W, ഒമേഗ അല്ല W എന്ന് എഴുതിയാൽ മതി. W വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് കൺസെപ്റ്റ് വരും. അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? വേവ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ ഗ്രൂപ്പ് വെലോസിറ്റിക്ക് നമ്മൾ വരികയാണ്. ഫേസ് വെലോസിറ്റിക്ക് അല്ലെങ്കിൽ വേവ് വെലോസിറ്റിക്ക് മീനിങ് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി പറയുന്നത്. നമ്മൾ വീണ്ടും ആ വേവ് പാക്കറ്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പടത്തിൽ. ഇത് നോക്കുക, എന്താണ് ഗ്രൂപ്പ് വെലോസിറ്റി? ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ റിസൾട്ടന്റ് വേവ്, റിസൾട്ടന്റ് എൻവലപ്പ് ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ട്രാവൽസ് ഈസ് കോൾഡ് ഗ്രൂപ്പ് വെലോസിറ്റി. അപ്പോൾ അനേകം വേവ് ചേർന്ന് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് പോകുന്ന വെലോസിറ്റിയാണ് ഗ്രൂപ്പ് വെലോസിറ്റി W. Figure shows a wave packet. The figure shows a wave packet obtained by the superposition of infinite number of waves with a very small different frequencies. ചെറിയ ചെറിയ ഫ്രീക്വൻസി വ്യത്യാസമുള്ള ഇൻഫിനിറ്റ് നമ്പർ വേവ്സ് കൂടി ചേർന്ന ഒരു വേവ് പാക്കറ്റാണ് പടത്തിൽ കാണിച്ചിരിക്കുന്നത്. ഡോട്ടഡ് ലൈൻ ഉപയോഗിച്ച്, അതാണ് വേവ്സ്. It can be shown that W is equal to V. ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പഴയ V, പാർട്ടിക്കിൾ വെലോസിറ്റിയാണ്. It can be shown that W is equal to V. ഗ്രൂപ്പ് വെലോസിറ്റി പാർട്ടിക്കിൾ വെലോസിറ്റി തുല്യമാണ്. പാർട്ടിക്കിൾ വെലോസിറ്റി. The phase velocity Vp has no physical significance. ഫേസ് വെലോസിറ്റിക്ക് പ്രത്യേകിച്ച് അർത്ഥമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ തെറ്റാണ്. Vp c സ്ക്വയർ v എന്നുള്ള ഇക്വേഷൻ തെറ്റാണ് നമ്മൾ സ്ഥാപിച്ചത്. അപ്പോൾ അത് ആ ഒരു ഡിഫിക്കൽറ്റി ഒഴിവാക്കിയത് ഗ്രൂപ്പ് വെലോസിറ്റി W കൊണ്ടുവന്നതിന് ശേഷമാണ്. W എന്ന് പറയുന്നത് വിക്ക് തുല്യമാണ്. വിയെ വിളിക്കുന്ന പേര് പാർട്ടിക്കിൾ വെലോസിറ്റി. നിങ്ങൾ സിമ്പിൾസ് ഒന്നും മാറിപ്പോരുത്. വി പാർട്ടിക്കിൾ വെലോസിറ്റി, Vp വേവ് വെലോസിറ്റി ഓർ ഫേസ് വെലോസിറ്റി, W ഗ്രൂപ്പ് വെലോസിറ്റി. ഇതിൽ ഏതിനാണ് മീനിങ് ഇല്ലാത്തത്? Vpക്ക്.
വേവ് വെലോസിറ്റിക്ക് മീനിങ് ഇല്ല, ഫേസ് വെലോസിറ്റിക്ക് മീനിങ് ഇല്ല. പിന്നെ അവസാനം പഠിച്ചത് എന്താണ്? W = V, ദ ഗ്രൂപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു പാർട്ടിക്കിൾ വെലോസിറ്റി. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് വേവ് പാക്കറ്റ്, ഡിഫൈൻ ഫേസ് വെലോസിറ്റി ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി. ആദ്യ ഭാഗങ്ങളിൽ പറയുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വാട്ട് ആർ പാർട്ടിക്കിൾ വെലോസിറ്റി ആൻഡ് ഫേസ് വെലോസിറ്റി ഇൻ എ വേവ് പാക്കറ്റ്, ഒബ്റ്റെയിൻ എ റിലേഷൻ ബിറ്റ്വീൻ ദം. റിലേഷൻ ഏതാണ്? Vp(c²/v) എന്നത് ഡെറിവേഷൻ. That is all with our 13th lecture on complementary physics, wave function. We continue the remaining in the next class. Thank you very much.